കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന് പുഴയിലേക്ക് പതിച്ചു. കൊടിയത്തൂർ കരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ പാർശ്വഭിത്തിയാണ് തകർന്നു വീണത്. പാലത്തിന്റെ 20 മീറ്ററോളം തകർന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തിയാണ് ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത്. വിവരങ്ങൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ പാർശ്വഭിത്തിയാണ് തകർന്നു വീണിരിക്കുന്നത്. 20 മീറ്ററോളം ഈ പാർശ്വഭിത്തി താഴ്ന്നു വീണു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഒരു വർഷത്തിലേറെയായി ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. ഒരു വർഷത്തോളമായി ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇതിന്റെ കോൺട്രാക്ട് വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. സൊസൈറ്റി ഒരു വർഷക്കാലമായിട്ടും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. കാരണം അവിടുത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഈ കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏക പാലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ഈ പാലം ഗതാഗത യോഗ്യമാക്കണമെന്ന്, പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്നു വീണിട്ടുള്ളത്. രാത്രിയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. 20 മീറ്ററോളം താഴത്തിൽ ഈ പാർശ്വഭിത്തി തകർന്നു വീണു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. രോഹിണി. ശരി ദിസ്ന, കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന പുഴയിലേക്ക് പതിച്ചു. കൊടിയത്തൂർ കരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ പാർശ്വഭിത്തിയാണ് തകർന്നു വീണത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.